ഡോക്ടർ പി ജെ വിൻസെന്റ് നോക്കൂ, ഈ ചർച്ചയുടെ തലക്കെട്ട് തന്നെ ആദ്യം വലിയ ചർച്ചാ വിഷയമായതാണ്. ചോരയ്ക്ക് പകരം വെള്ളം കൂടി മുട്ടിക്കുമോ എന്നാണ്. അതിനെ സജനി എടുത്തത് ചോരയ്ക്ക് പകരം നമ്മൾ വെള്ളം കൂടി മുട്ടിക്കുമോ എന്നുള്ളത്, പാകിസ്ഥാനോട് വലിയ സ്നേഹമുള്ളത് കൊണ്ട് വെള്ളം കൂടി മുട്ടിക്കുമോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, വെള്ളം കൂടി മുട്ടിക്കാനാകുമോ എന്നാണ്. ചോര എന്നുള്ളത് പാകിസ്ഥാൻ ഒഴുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് പകരം അങ്ങനെ പറഞ്ഞ പാകിസ്ഥാനെതിരെ വെള്ളം കൂടി മുട്ടിച്ച് അവരെ നിലയ്ക്ക് നിർത്താനാകുമോ എന്നാണ്. ഈ ട്രീറ്റിയിൽ നിന്നൊക്കെ പിന്നോട്ട് പോകുമ്പോൾ സസ്പെൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ വായിച്ചു നോക്കുമ്പോൾ അങ്ങനെയൊക്കെ പോകാൻ പറ്റില്ല, യൂണിലാറ്ററലി അത് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, റിവോക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ്, ലീഗൽ കോൺസിക്വൻസസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാകിസ്ഥാൻ അതുപോലെയൊക്കെ വയലേറ്റ് ചെയ്യുമായിരിക്കും. ഇന്ത്യക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്ത് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ കഴിയുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അന്താരാഷ്ട്ര സമൂഹത്തിലെ പ്രതിച്ഛായ ഉണ്ടാക്കുക എന്നത് ആർക്ക് വേണ്ടുന്ന കാര്യമാണ് ഡോക്ടർ ലാൽ. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവനും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്ന പ്രഥമവും പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് ഈ സ്റ്റേറ്റ് നിർവഹിക്കേണ്ടത്. അതിനുശേഷമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇമേജ് ഉണ്ടാക്കലും വിശ്വഗുരുവായി മാറുന്നതും അല്ലെങ്കിൽ അങ്ങനെ മറ്റു തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡിപ്ലോമസിയുടെ തലത്തിൽ ലോകത്തിൽ വലിയ അംഗീകാരം ഉണ്ടാകുന്നു. ഇതിലൊന്നും കഥയില്ല. പണ്ടാര പറഞ്ഞ പോലെ നിങ്ങൾ ലോകം മുഴുവൻ നേടിയിട്ടും ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന എന്ത് പ്രയോജനം എന്ന് പറഞ്ഞ പോലെ ലോകത്തിന് മുഴുവൻ കൈയ്യടി നേടിയിട്ടും ലോകത്തിലെ ഏറ്റവും മാന്യമായ രാഷ്ട്രം എന്നുള്ള കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടും എന്താ കാര്യം? നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകാൻ സാധിക്കുന്നില്ല എങ്കിൽ, അപ്പോൾ അന്താരാഷ്ട്ര കരാറുണ്ട്, അത് വേൾഡ് ബാങ്ക് മോണിറ്റർ ചെയ്ത കരാറാണ്. ആ കരാറിലൊന്നും ഒരു കാര്യവുമില്ല. അതെല്ലാം എടുത്ത് അതിന്റെ സാങ്കേതികത്വത്തെ അതിലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന് കൃത്യമായ മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയണം. അത് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യാതെ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിനോട് അമേരിക്ക പ്രതികരിച്ച വിധത്തിലാണ്. അത് അമേരിക്കയുടെ മാത്രം പ്രശ്നമല്ല. ഒരു നേഷൻ സ്റ്റേറ്റ് എന്ന നിലയിൽ ആ രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ അതിന് തിരിച്ചടി കൊടുക്കാതെ ഈ രാഷ്ട്രത്തിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതല്ല എങ്കിൽ ഞങ്ങളൊരു ദേശരാഷ്ട്രമല്ല, ഞങ്ങൾ ഇന്റർനാഷണലിസത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു എന്ന് നിലപാടെടുക്കണം. ഇങ്ങനെ ഇൻഡസ് ട്രീറ്റി 1960 ഇൻഡസ് ട്രീറ്റി വസ്തുനിഷ്ഠമായി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പരമാവധി കൺസെഷൻ കൊടുത്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കരാറാണ്. ഇന്റർ റിവർ സിസ്റ്റത്തിലെ 6 നദികളുള്ളതിലെ 70-30 എന്ന ഇതിലാണ് അതിലെ വെള്ളം ഷെയർ ചെയ്യുന്നത്. മാത്രവുമല്ല 1960 ഒപ്പിട്ട ഈ കരാറിൽ 10 വർഷത്തേക്ക് പാകിസ്ഥാനിലെ പഞ്ചാബിൽ കനാൽ സിസ്റ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി 6.2 കോടി പൗണ്ട് സ്റ്റെർലിംഗ് ഇന്ത്യ പാകിസ്ഥാന് സംഭാവനയായിട്ട് കൊടുത്തിരുന്നു. അത് ഓരോ വർഷം ആനുവലായിട്ട് കൊടുക്കുകയും ചെയ്തു. 2007 വരെ കൊടുത്തു. 1965 യുദ്ധകാലത്ത് പോലും ഇന്ത്യ നിർത്തിവെച്ചില്ല. പാകിസ്ഥാൻ ഇങ്ങോട്ട് നടത്തിയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും ഏകപക്ഷീയമായ ആക്രമണമായിരുന്നല്ലോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയിലേക്ക് ആക്രമണം എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നയതന്ത്ര തലത്തിലും സാമ്പത്തിക തലത്തിലും സൈനിക തലത്തിലും യോജിച്ച പ്രതികരണം ഉണ്ടാവണം. അതിന് അന്താരാഷ്ട്ര തലത്തിൽ പരമാവധി രാജ്യങ്ങളെ ഇത് ബോധ്യപ്പെടുത്താൻ സാധിക്കണം. ടെററിസത്തിന്റെ വലിയ ഭീഷണി അഭിമുഖീകരിക്കുന്ന രാഷ്ട്രങ്ങളാണ് ലോകത്തിൽ ഒട്ടുമിക്കതും. നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ചൈന അടക്കം. അവിടെ ഈസ്റ്റേൺ ടർക്കമിനിസ്ഥാൻ ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന തീവ്ര സംഘത്തെ കൊണ്ട് സിൻജിയാങ് പ്രോവിൻസിലെ ചൈന അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി നമുക്കറിയാലോ. അതുകൊണ്ട് ചൈന അവിടെ റീ എഡ്യൂക്കേഷനും ഇന്റഗ്രേഷൻ തുടങ്ങിയിട്ടുള്ള വലിയ പ്രോഗ്രാം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ മനുഷ്യത്വ വിരുദ്ധതയെ കുറിച്ചൊക്കെ വ്യാപകമായിട്ടുള്ള ചർച്ചയും ഉയരുന്നുണ്ട്. പക്ഷേ ഒരു രാജ്യത്തിന്റെ ദേശീയതയ്ക്കും അതിന്റെ നാഷണൽ ഇന്റഗ്രേഷനും എതിരായിട്ട് വരുന്ന ശക്തികളെ അതിശക്തമായി നേരിടാണ്ട് നിവൃത്തിയില്ല. ഇവിടെ ഈ പുൽവാമയിൽ ഉണ്ടാക്കിയിട്ടുള്ള സംഭവത്തിൽ സെക്യൂരിറ്റി വീഴ്ചയുണ്ടോ എന്നുള്ള ചർച്ച നമ്മൾ യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷെ നമ്മൾ ടെററിസത്തിന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി എടുത്തു നോക്കുമ്പോൾ അതൊരു ഡീസെൻട്രലൈസ്ഡ് വാർഫെയർ ആണ്. നമ്മുടെ സാമ്പ്രദായികമായ സൈന്യത്തെയോ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഡിഫൻസ് മെക്കാനിസത്തിനോ പൂർണ്ണമായും ഇതിനെ തടയാൻ കഴിയില്ല എന്നുള്ളത്. താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇതുവരെയുള്ള രീതികളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ടുള്ള ഈ ചിന്തയിലേക്ക് തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതുമാണ്. അതങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തന്നെ നമ്മൾ കരുതി നിൽക്കുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് എന്താണ്? അതും നമ്മൾ കേൾക്കണമല്ലോ. ഇത് എന്താണ് ഈ മേഖലയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനകളാവുമല്ലോ. നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെയൊക്കെ രാജ്യങ്ങളെയൊക്കെ ഇതൊക്കെ ബോധ്യപ്പെടുത്തി
നമ്മൾ ഇത്തരം ഒരു നടപടിയിലേക്ക് പോകുന്നു, പാകിസ്ഥാൻ്റെ വെള്ളം കൂടി നമ്മൾ മുട്ടിക്കാൻ പോകുന്നു, ആ വെള്ളം കൂടി മുട്ടുകയാണെങ്കിൽ അവർ അത് യുദ്ധമായി കണ്ട് ആണവ യുദ്ധത്തിലേക്ക് തന്നെ പോകാൻ വേണമെങ്കിൽ ശ്രമിക്കുമെന്ന് പറയുന്നു. GD ബക്ഷി പറയുന്നു ഒരു ലിമിറ്റഡ് വാർ ഉണ്ടാകാം എന്ന് അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ പറയുന്നു. താങ്കൾ എങ്ങനെ കാണുന്നു അതിനെ? അല്ല, അതിനകത്ത് ഇപ്പൊ നമ്മൾ സിംല കരാറിൽ നിന്ന് പിൻവാങ്ങുകയാണെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു. ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്ന് ട്രീറ്റി സസ്പെൻഡ് ചെയ്തു, ഇന്ത്യ ഓർഡർ ഇറക്കി. പക്ഷെ ഇതില് അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് 1999 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ലാഹോർ ട്രീറ്റിയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ പ്രതിസന്ധിയാണ്. കാരണം ഈ ലാഹോർ ട്രീറ്റിയിലാണ് 1998 ചഗായി എക്സ്പ്ലോഷനും നമ്മളുടെ പൊക്രാൻ രണ്ടും കൂടെ ചേർന്നിട്ട് ഇന്ത്യയും പാകിസ്ഥാനും സമ്പൂർണ്ണ ആണവശേഷി ഉള്ള ആണവായുധങ്ങളുടെ രാജ്യമായി മാറിയ സന്ദർഭത്തിലാണ് ആണവായുധങ്ങളെ ഉത്തരവാദിത്തോടുകൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരാറ് 1999 ഒപ്പുവെച്ചത് ലാഹോർ ട്രീറ്റി. ഈ ലാഹോർ ട്രീറ്റിയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആഗോള സമൂഹം ഇടപെടും, അത് ഇന്ത്യയും പാകിസ്ഥാനും വളരെ സൂക്ഷ്മമായ ഇതിലിടും. അപ്പോൾ ആ ലാഹോർ ട്രീറ്റിയിൽ നിന്ന് ഇതുവരെ പാകിസ്ഥാൻ പിന്മാറിയിട്ടില്ല, ഇന്ത്യയും പിന്മാറിയിട്ടില്ല. അത് സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ലാഹോർ ട്രീറ്റി നിലനിൽക്കുന്ന കാലത്തോളം ഇവിടെ ആണവ പ്രയോഗം അങ്ങനെ കരുതുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഏതറ്റം വരെയും പോവുകയാണെങ്കിൽ ഇന്ത്യ ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത ലെവലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പാകിസ്ഥാനും അങ്ങനെ ഏത് ലെവലിലേക്കും അവർക്കും പോകാനുള്ള അവർക്ക് വിഷമമൊന്നുമില്ലല്ലോ, നമ്മളെക്കാൾ എളുപ്പമാണല്ലോ അവർക്ക്. ഞാൻ വരാം അങ്ങയിലേക്ക്.